പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പദം ഒഴിയില്ലെന്ന ഉറച്ച നിലപാടിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി. കനത്ത പരാജയത്തിന് പിന്നാലെ ഇന്ത്യ സഖ്യം ശക്തിപ്പെടുത്തുവാനുള്ള നീക്കത്തിലാണ് മമത. ഇതിനിടെ ശനിയാഴ്ച ബംഗാളിൽ BJPയുടെ പുതിയ മുഖ്യമന്ത്രി ചുമതലയേൽക്കും. തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ബംഗാളിൽ അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്നും. ശ്രീനാഥ്, പശ്ചിമബംഗാളിൽ മമത പിന്നോട്ടില്ല, സ്ഥാനമൊഴിയില്ല, രാജിവയ്ക്കില്ല എന്ന് ആവർത്തിക്കുകയാണല്ലേ? തീർച്ചയായും അനൂപ്, ഇപ്പോൾ ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കൊൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ വെച്ച് പുതിയ സർക്കാർ അധികാരത്തിലേറും. പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. അതാരാകും എന്ന കാര്യത്തിൽ വെള്ളിയാഴ്ചയോടെ തന്നെ തീരുമാനമുണ്ടാവും എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നിരീക്ഷകനായി BJP നിയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിലാകും ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമാവുക. സുവേന്ദു അധികാരിയുടെ പേര് തന്നെയാണ് ഒന്നാം പേരായി ഇപ്പോഴും കേൾക്കുന്നത്. അതിൽ അന്തിമ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. 2 മണ്ഡലങ്ങൾ മത്സരിച്ച സുവേന്ദു ഒരു മണ്ഡലം അടുത്ത 10 ദിവസത്തിനുള്ളിൽ തന്നെ രാജിവെക്കും എന്ന വിവരവുമുണ്ട്. അതേത് എന്ന കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. മറുവശത്ത് മമതാ ബാനർജി ആവട്ടെ ഈ തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇത് മോഷണം നടത്തി ഉണ്ടാക്കിയൊരു വിധി, തെരഞ്ഞെടുപ്പിനെ ഹൈജാക്ക് ചെയ്തതാണ്. EVM മെഷീനുകളിലടക്കം തിരിമറി നടത്തി വോട്ടെണ്ണൽ കേന്ദ്രമടക്കം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് മമത ഉന്നയിക്കുന്നത്. രാജിവെച്ചില്ലെങ്കിലും ഭരണഘടനാപരമായി മമതയ്ക്ക് ആ പദവിയിൽ പിന്നീട് തുടരാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഗവർണർക്ക് ഈ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതോടെ മമതയുടെ അധികാരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ഏതായാലും ഇന്ത്യ ബ്ലോക്കിനെ ശക്തിപ്പെടുത്തി BJPക്കെതിരായ പോരാട്ടത്തിൽ പുതിയ ഒരു പോർമുഖം തുറക്കാനുള്ള ശ്രമത്തിലാണ് മമത. ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുമായി ഇതിനോടകം തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ചില നേതാക്കൾ നേരിട്ട് കൊൽക്കത്തയിലേക്ക് എത്താം എന്നതും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ MLAയോ MPയോ അല്ല മമത. ഇനി എന്തായിരിക്കും അടുത്ത നീക്കം എന്നതും അറിയേണ്ടിയിരിക്കുന്നു. MLA ആവണമെങ്കിൽ ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു MLA സ്ഥാനം രാജിവെച്ച് അവിടെ മമതയ്ക്ക് മത്സരിക്കേണ്ടി വരും. ഇനി അതല്ല MP ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ നിന്ന്, അതായത് അഭിഷേക് ബാനർജി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് ദില്ലിയിലേക്ക് മമത പോകുമോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ പാർട്ടിയുടെ നേതൃത്വം അഭിഷേക് ബാനർജിക്ക് കൈമാറുന്ന നിലയും ഉണ്ടാകും. ഏതായാലും ഈ കാര്യങ്ങളിൽ നിന്ന് ഒരു വ്യക്തത വന്നിട്ടില്ല. താൻ പോരാട്ടത്തിനിറങ്ങുന്നു എന്നതാണ് മമത പറഞ്ഞത്. അതേസമയം മമതയുടെയും അഭിഷേക് ബാനർജിയുടെയും ഒക്കെ വസതിക്ക് മുന്നിൽ ഉണ്ടായിരുന്ന സുരക്ഷ അത് ഇന്നിപ്പോൾ കുറച്ചിട്ടുണ്ട്. അധികമായി ഉണ്ടായ സുരക്ഷ കുറയ്ക്കുക മാത്രമാണ് ഉണ്ടായതെന്ന് ഇപ്പോൾ DGP ഒരു വിശദീകരണം നൽകുന്നുണ്ട്. എന്തായാലും കാളിഘട്ടിലെ മമതയുടെ വസതിയിലേക്ക് പോകണമെങ്കിൽ ആ തെരുവിൽ എമ്പാടും തന്നെ വലിയ സുരക്ഷാ വിന്യാസം നമുക്ക് നേരത്തെ പലവട്ടം നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ അതുണ്ടാവില്ല എന്നതും അറിയാൻ കഴിയുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സംഘർഷങ്ങൾ അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നത് വലിയ ആശങ്കയാണ്. സംഘർഷം ഉണ്ടാകുന്നവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ DGP അടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനൂപ്, എന്തായാലും ബംഗാളിലെ രാഷ്ട്രീയ നാടകങ്ങൾക്കിടെ അക്രമ സംഭവങ്ങളുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.